നമസ്കാരം. ഞാൻ ഡോക്ടർ പി വി മജീദ്. ഡോക്ടർ എം ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ഈന്തപ്പഴത്തിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിലൂടെ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഊർജം നൽകുന്നു. പ്രകൃതിദത്തമായ പഞ്ചസാരകളായ ഫ്രക്ടോസ്, സുക്രോസ്, ഗ്ലൂക്കോസ് എന്നിവ ഈന്തപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഊർജം നൽകാൻ സഹായിക്കുന്നു. ദഹന പ്രശ്നങ്ങൾ കുറയ്ക്കുന്നു. ഇതിലെ ഫൈബർ ദഹനം മെച്ചപ്പെടുത്തുകയും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കുകയും ചെയ്യും. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ഈന്തപ്പഴത്തിലെ പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. കൂടാതെ നാരുകൾ കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. അനീമിയ തടയുന്നു. ഇരുമ്പ് ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ വിളർച്ച തരാൻ ഇത് സഹായിക്കുന്നു. എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ഇതിലെ കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് തുടങ്ങിയ മിനറലുകൾ എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കുന്നു. ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്. ഇതിൽ ഫ്ലവനോയിഡുകൾ, കരോട്ടിനോയിഡുകൾ, ഫിനോളിക് ആസിഡ് തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കോശങ്ങളുടെ നാശത്തെ തടയുന്നു. മസ്തിഷ്ക പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. തലച്ചോറിലെ വീക്കം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. അതുവഴി ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കുന്നു. ഗർഭകാലത്തെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ഗർഭകാലത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഈന്തപ്പഴം കഴിക്കുന്നത് പ്രസവം എളുപ്പമാക്കാൻ സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ പറയുന്നു. പ്രമേഹ രോഗികൾക്ക് നല്ലത്. മിതമായ അളവിൽ കഴിക്കുകയാണെങ്കിൽ ഈന്തപ്പഴം പ്രമേഹ രോഗികൾക്ക് സുരക്ഷിതമാണ്. ഇതിന് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ്. വിഷാദ രോഗം കുറയ്ക്കുന്നു. ഇതിൽ ചില പോഷകങ്ങൾ തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും മനസ്സിനെ ശാന്തമാക്കാനും സഹായിക്കുന്നു. കാഴ്ചശക്തി മെച്ചപ്പെടുത്തുന്നു. ഈന്തപ്പഴത്തിൽ അടങ്ങിയ കരോട്ടിനോയിഡ് കാഴ്ചശക്തിക്ക് സഹായകരമാണ്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. ഇതിലെ വിറ്റാമിനുകളും മിനറലുകളും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ചർമ്മ സംരക്ഷിക്കുന്നു. വിറ്റാമിൻ സി, ഡി എന്നിവയുടെ സാന്നിധ്യം ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. ശരീരത്തിലെ വീക്കം കുറക്കാൻ ഈന്തപ്പഴം സഹായിക്കുന്നു. പേശികളുടെ ബലം കൂട്ടുന്നു. ഇതിലെ പൊട്ടാസ്യം പേശികളുടെ ശരിയായ പ്രവർത്തനം അത്യാവശ്യമാണ്. ശരീര ഭാരം കുറയ്ക്കാൻ സഹായിക്കും. നാരുകൾ അടങ്ങിയതിനാൽ വയറു നിറഞ്ഞതായി തോന്നിപ്പിക്കുകയും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നു. കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. ഇതിൽ സൊല്യൂബിൾ ഫൈബർ ചീത്ത കൊളസ്ട്രോളിൻ്റെ LDL കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. രക്തം ശുദ്ധീകരിക്കുന്നു. ഈന്തപ്പഴത്തിലെ പോഷകങ്ങൾ രക്തത്തെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു. വായുടെ ആരോഗ്യത്തിന് നല്ലത്. ഇതിൽ ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങൾ വായിലെ രോഗാണുക്കളെ നശിപ്പിക്കാൻ സഹായിക്കും. രാത്രി കാഴ്ച മെച്ചപ്പെടുത്തുന്നു. വൈറ്റമിൻ എ, സി, ഇ എന്നിവയുടെ സാന്നിധ്യം രാത്രി കാഴ്ചയ്ക്ക് സഹായകരമാണ്. ഹൃദയാഘാതം തടയുന്നു. ഇതിലെ പൊട്ടാസ്യം ഹൃദയാഘാത സാധ്യത കുറയ്ക്കുന്നു. സന്ധിവേദന കുറയ്ക്കുന്നു. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ സന്ധിവേദന കുറയ്ക്കാൻ സഹായിക്കുന്നു. നര വൈകിപ്പിക്കും. ഇതിലെ ഇരുമ്പ് മുടി നരയ്ക്കുന്നതിനെ തടയാൻ ഒരു പരിധിവരെ സഹായിക്കും. മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തും. ഇതിലെ മഗ്നീഷ്യം തലച്ചോറിലെ സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ചില അലർജികൾക്ക് നല്ലതാണ്. ഈന്തപ്പഴത്തിലെ സൾഫർ സംയുക്തങ്ങൾ ചിലതരം അലർജികൾക്ക് ഗുണകരമാണ്. ഉറക്കത്തിന് ഗുണകരം. ഉറക്കമില്ലായ്മ, ഇൻസോമിനിയ ഉള്ളവർ ഈന്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. വയറിലെ അൾസർ കുറയ്ക്കുന്നു. ഇതിലെ പോഷകങ്ങൾ വയറിലെ അൾസർ ഭേദമാക്കാൻ സഹായിക്കുന്നു. ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യുന്നു. ഈന്തപ്പഴം ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാൻ സഹായിക്കുന്നു. ചിലതരം ക്യാൻസർ തടയുന്നു. ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. വൃക്കകളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇതിലെ നാരുകളും മറ്റു പോഷകങ്ങളും വൃക്കകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ലൈംഗിക ശേഷി മെച്ചപ്പെടുത്തുന്നു. ഈന്തപ്പഴം ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഒരു ദിവസം 3 മുതൽ 5 വരെ ഈന്തപ്പഴം കഴിക്കുന്നതാണ് സുരക്ഷിതമായ അളവ്. ഇത് ഒരാളുടെ പ്രായം, ആരോഗ്യം, ശാരീരിക പ്രവർത്തനങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും. ഈന്തപ്പഴത്തിന് സ്വാഭാവിക മധുരം കൂടുതലായത് പ്രമേഹമുള്ളവർ വളരെ കുറഞ്ഞ അളവിൽ മാത്രം കഴിക്കുക. ഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ ഈന്തപ്പഴം അമിതമായി കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ഈന്തപ്പഴം അലർജി ഉണ്ടാക്കാൻ ചിലർക്ക് സാധ്യതയുണ്ട്. ഈന്തപ്പഴത്തിൽ പൊട്ടാസ്യം ധാരാളം ഉള്ളതിനാൽ വൃക്ക രോഗങ്ങളുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നന്ദി.